ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. പ്രോബ്ലം ഈസ് ഇത് റിവീൽ ചെയ്യണമെന്ന് കൊറോബറേറ്റ് ചെയ്യാതെ നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് കഴിയില്ല. ബിക്കോസ് ഇപ്പോൾ ഉള്ള രീതിയിൽ നമുക്ക് ആകെയുള്ള ഇൻഫർമേഷൻ ഈ പ്രതി അല്ലെങ്കിൽ ഈ കുറ്റവാളി പറയുന്ന ഒരു മാറ്ററാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊരു ഡീറ്റെയിൽ നമ്മൾ കൊറോബറേറ്റ് ചെയ്ത് പറയാനും പറ്റത്തില്ല. കാരണം ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കുട്ടി ഒഫൻസിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ 2 രീതിയിലാണ് അത് വരുന്നത്. ഒന്ന്, നോർമൽ കോഴ്സിൽ ഒരു ഹീനിയസ് ഒഫൻസ് അല്ലാതെ 7 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കാത്ത കേസുകളിലെല്ലാം FIR തന്നെ ഇടാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ കേസിനകത്ത് നമ്മൾ FIR തന്നെ ഇടണം, കാരണം 7 വർഷത്തിന് മുകളിൽ ഇതുള്ളത്. ഇനി വരുന്നത് ഇതിൻ്റെ മറ്റ് നടപടികൾ, ട്രയൽ നടപടികളടക്കമുള്ളതാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അസസ്മെൻറ്റ് JJ ബോർഡ് നടത്തും ഇതിനകത്ത്. ഈ കുട്ടിയെ ഇപ്പോൾ ഈ കുറ്റകൃത്യം അഡൾട്ടായിട്ടാണോ ട്രയൽ നടത്തേണ്ടത് അതോ ചൈൽഡ് എന്നുള്ള രീതിയിൽ മറ്റ് കുട്ടികളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണോ ചെയ്യേണ്ടത്. അപ്പോൾ ആ അസസ്മെൻറ്റ് വിൽ ടേക്ക് സം ടൈം. നമ്മുടെ അന്വേഷണ റിപ്പോർട്ടെല്ലാം ചെന്നതിന് ശേഷമാണ്. ആ അസസ്മെൻറ്റിന് ശേഷം ഇനി ബോർഡിൻ്റെ ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് ഒരു ഡീറ്റെയിൽ പ്രൊസീജിയറാണ്. അതിന് ശേഷമാണ് ഈ കുട്ടിയെ വെദർ വിൽ ബി ട്രൈഡ് അഡൾട്ടാണോ നമ്മളവിടെ പോയിട്ട് തന്നെ ചെയ്യും. ഇറ്റ്സ് നോട്ട് കസ്റ്റഡിയുടെ ആവശ്യകത വരുന്നില്ല. ബിക്കോസ് സ്റ്റിൽ ഒരു ചൈൽഡിൻ്റേതായ എല്ലാ പ്രിവിലേജസും കുട്ടിക്കും. അപ്രിഹെൻഷൻ എന്നുള്ളതാണ് എൻ്റെ ലീഗൽ ടേം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ നടപടിക്രമങ്ങൾ തീർത്ത് ഇന്ന് രാവിലെ കോടതിയിൽ ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിരിക്കുന്ന ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളതറിയാം. ഇനിയിപ്പോൾ അത് സ്മോദറിംഗ് ആണോ സ്ട്രാങ്കുലേഷൻ ആണോ നമുക്കിപ്പം ഉള്ളത് ആ ഇൻക്വസ്റ്റിൽ ചെയ്ത ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. Maybe in another 2 or 3 hours we'll be able to get to know എന്താണ് കൈകൾ കെട്ടിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. അതിലേക്ക് ഞാൻ വീണ്ടും ഇതിപ്പം ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാനായിട്ട് കഴിയില്ല. പ്രതിയുടെ മൊഴികൾ പ്രകാരം നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിനോട് മാത്രം നമുക്കിപ്പോൾ ഒരു ഫൈനലൈസേഷൻ പറ്റില്ല. ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും അതൊരു ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഫാമിലിയുടെയും 2 സൈഡിലെയും ഫാമിലിയുടെയും എല്ലാ മൊഴികളും അന്ന് പെറ്റീഷൻ അറ്റൻഡ് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പരിശോധിക്കും എന്ന കാര്യം ഉണ്ടാകും. ഉണ്ട്, സിറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇന്നലെ കോർട്ടിലാണ് കാണിച്ചത്. എൻ്റെ മനസ്സിലാവുന്നത് ഇത് തിരൂർ മറ്റോ കോടതിയാണ് ചാർജ് ഉള്ളത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ അന്വേഷണ പ്രൊസീഡിങ്സ് ആക്കുവാണ്. പെരുന്തൽമണ്ണ DYSPക്കാണ് അന്വേഷണം കൊടുക്കുന്നത്. കാരണം 2-3 സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ട്രാവലൊക്കെ വന്നേക്കുന്നതുകൊണ്ട് വിശദമായിട്ട് തന്നെ പോയിട്ട് നമ്മൾ ഓരോ പോയിന്റിലും ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്കൊരു ട്രാക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത്. ബസ് തന്നെയാണ് മോഡർ ട്രാൻസ്പോർട്ടായിട്ട് ഉപയോഗിച്ചായിട്ട് മനസ്സിലാവുന്നത്. പ്രതിയുടെ നമ്മളോട് റിവീൽ ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ബസ് മാർഗ്ഗമാണ് പോയിരിക്കുന്നത്. അപ്പം കാർ ട്രെയിൻ യൂസ് ചെയ്യണ ബുദ്ധിമുട്ടാണെന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ ഇന്നലെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ബസ് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എൻ്റെ ടീം എല്ലാം ഇന്ന് പുറത്താണുള്ളത്. പകൽ ഇത്രയും സമയമുണ്ട്. അവർ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടി ഡെപ്തിൽ CCTV കേന്ദ്രീകരിച്ചൊന്ന് അന്വേഷണം നടത്തിയാലേ പറ്റുള്ളൂ. ആരുടേതാണ് അത്? ഇയാളുടെ മൊബൈൽ തന്നെയാണെന്നാണ് നമ്മൾ ഇതുവരെ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പ്രതിയുടേതുള്ളത് നമ്മുടെ നമ്മൾ അതും ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഫാമിലിയിൽ നിന്ന് മനസ്സിലായിരിക്കണം വെച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ്? അതെ, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ കോൾ എന്ന് പറയുന്നത് എന്നാണെന്ന് മനസ്സിലാവുന്നത്. അതിന് ശേഷമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് അമ്മയെ വിളിച്ചായിട്ട് അമ്മ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോൾ സ്ട്രാങ്കുലേഷൻ തന്നെയാണ് നമ്മളും സസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിന് ശേഷമാണ്, ഈ സംഭവ സമയത്തിന് ശേഷമാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് കുറച്ച് പോയി. അതെ, കുറച്ച് സമയം മാറിയിട്ടാണ്. അപ്പം ഓൾമോസ്റ്റ് കുറച്ച് ദൂരം മാറിയിട്ടുമാണ് സാർ.
ആയിരിക്കാം. പിന്നെ ഇതിപ്പം നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഹൂ വുഡ് എക്സ്പെക്ട് ദിസ് ടു ഹാപ്പൻ. ഇതാണെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്ന എങ്ങനെയാണല്ലോ.